മലപ്പുറം ജില്ലാ വിഭജനത്തിനായി വീണ്ടും സമ്മർദ്ദം ശക്തമാക്കി ഇസ്ലാമിസ്റ്റുകൾ. നട്ടെല്ലുള്ള സർക്കാരിന് മലപ്പുറം ജില്ല വിഭജിക്കാൻ സാധിക്കുമെന്ന് ഇസ്ലാമിക മതമൗലിക സംഘടനയായ സമസ്ത. ജമാഅത്തെ ഇസ്ലാമിക്കും മുസ്ലിം ലീഗിനും പിന്നാലെയാണ് സമസ്തയും വീണ്ടും ജില്ലാ വിഭജനത്തിനായി രംഗത്ത് വരുന്നത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ഒപ്പം ചേരുന്നുണ്ട്. അനഘ, മഴയ്ക്ക് നടുവിലാണ് എങ്കിലും മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന ആവശ്യം വീണ്ടും ഉയരുകയാണ്. അത് ജമാഅത്തെ ഇസ്ലാമിക്ക് മുസ്ലിം ലീഗിന് പിന്നാലെ സമസ്തയും അത് മുന്നോട്ട് വയ്ക്കുമ്പോൾ അതാകട്ടെ നട്ടെല്ലുള്ള സർക്കാരിന് അത് സാധിക്കുമെന്ന് അടിവരയിട്ട് പറയുക കൂടി ചെയ്യുമ്പോൾ അത് സാധ്യമാകാൻ കൂടുതൽ സാധ്യതയുണ്ടെന്ന സൂചന കൂടിയാകുന്നുണ്ടോ? അതായത് നട്ടെല്ലുള്ള സർക്കാരാണ്, അത് ചെയ്യും എന്ന് വലിയ പ്രതീക്ഷ പങ്കുവെക്കുകയാണോ സമസ്ത? തീർച്ചയായും കൃഷ്ണരാജ്, ഇസ്ലാമിക മത പണ്ഡിത സഭയാണ് സമസ്ത. ഈ സമസ്ത കുറേ കാലങ്ങളായി മുന്നോട്ട് വെക്കുന്ന ഒരാവശ്യമായിരുന്നു മലപ്പുറം ജില്ലാ വിഭജനം. അതിനുവേണ്ടി കുറേ കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാരുമായി ഇവർ ചർച്ച നടത്തുകയും ഒക്കെ തന്നെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലായാണ് ഇപ്പോൾ സമസ്ത തങ്ങളുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതത്തിൽ തന്നെ ഇങ്ങനെയൊരു നീക്കവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. കേവലം ഒരു ആവശ്യമല്ല, അതായത് സർക്കാരിന് മുന്നിലേക്ക് വെക്കുകയാണ്. മറ്റ് ഇതര സംസ്ഥാനങ്ങളൊക്കെ ഇത് കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ട്. അങ്ങനെ നടപ്പിലാക്കിയ സർക്കാരാണ്, അവർ നട്ടെല്ലുള്ള സർക്കാരാണ് എന്നുള്ളതാണ് സംസ്ഥാന സുപ്രഭാതം പത്രത്തിൽ പറയുകയും ചെയ്തിരിക്കുന്നത്. അത് കൃത്യമായി തന്നെ സംസ്ഥാന സർക്കാരിനുള്ള ഒരു കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് തന്നെയാണ് സമസ്ത കൊടുത്തിരിക്കുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാനോ അല്ലെങ്കിൽ ഉടനടി വി.ഡി. സതീശൻ സർക്കാരിന് ഈ വിഷയത്തിൽ നിലപാടെടുക്കേണ്ടി വരും എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ മതമൗലികവാദ സംഘടനയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു ഈ ആവശ്യം മുന്നോട്ട് വെച്ച് രംഗത്ത് വന്നത്. പിന്നെ തൊട്ട് പിന്നാലെ വെൽഫെയർ പാർട്ടി വന്നു, പിന്നീട് SDP വന്നു, പിന്നീട് മുസ്ലിം ലീഗും വന്നു. അതിനുശേഷം ഇപ്പോൾ സമസ്ത കൂടി ഈ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ സർക്കാരിന് ഒരുപക്ഷെ ഈ ആവശ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു നിർണായക തീരുമാനത്തിലേക്ക് ഉടൻ തന്നെ പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഈ സമസ്ത ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നട്ടലുള്ളൊരു സർക്കാരിന് അത് നടപ്പിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ആ ആർട്ടിക്കിൾ അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനി ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാടായിരിക്കും ഏറ്റവും നിർണായകം. തീർച്ചയായും എന്തായാലും സർക്കാരിൽ സമ്മർദ്ദം ശക്തമാകുകയാണ്. നിലപാടുള്ളവർ ആ തീരുമാനം എടുക്കുമെന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത്. ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് വ്യക്തമായി അറിയാം. നിലപാടുള്ളവർ എന്ന് ലീഗും ലീഗിനെ ഏറ്റവും സ്വാധീനിക്കുന്ന സമസ്തയും പറയുന്നുവെങ്കിൽ അതിനർത്ഥം അതിനുള്ള കരുക്കൾ സജീവമാണ് തീർച്ചയായും എന്നാണ്. എന്തായാലും നോക്കാം.